നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് അടിച്ചു പൊളിച്ചങ്ങ് തുടങ്ങാം. ഫാസ്റ്റ് ബീറ്റ് റൗണ്ടിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം തേജസ്. പെർഫോമൻസ് ആയിരുന്നു. എന്താ കഴിഞ്ഞ തവണ വന്ന് സാഹിബൊക്കെ പാടിപ്പോയ ആളാ, മഞ്ചേരിപ്പെട്ടി തുറന്ന ആളാണ്. ഇത്തവണ വന്ന് ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. സൂപ്പർ. ആ സ്റ്റെപ്പ് ഫ്രണ്ടിൽ വന്നിട്ടല്ലേ, ആ സ്റ്റെപ്പ് സൈഡിലേക്ക് നോക്കിട്ട് എന്തായിരുന്നു? ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ചെലപ്പോ മാറിപ്പോയി. ഇല്ലടാ, നന്നായി ചെയ്തു നീ. സൂപ്പർ ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ചോദിക്കാം. ചേച്ചി തേജസ് യെസ് മാം. നന്നായി പാടിയോ? അങ്ങനെ ചോദിച്ചാ എന്തു തോന്നുന്നു? കൊഴപ്പില്ല, ഒരു ആവറേജ്. ആവറേജോ? എടാ, അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. നിനക്ക് നീ നന്നായി പാടി തോന്നാ നീ പാടി എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. പാടി. ഇതാരാണ് ഈ പാട്ടിന്റെ പുറകിലുള്ള ക്രിയേറ്റേഴ്സ്? ഇത് മിസ്റ്റർ ഭരത് എന്ന് പറഞ്ഞൊരു മൂവിയുടെ പാട്ടാണ്. മ്യൂസിക് ഇളയരാജ സാറാണ്, എഴുതിയത് വാലി സാറാണ്, പാടിയത് മലേഷ്യൻ വാസുദേവൻ സാർ ആൻഡ് SPB സാർ. ഡ്യുവറ്റ് ആണ് അല്ലേ? എനിക്ക് വളരെ അധികം ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഒരു പാട്ടായിട്ടാണ് ഇത് തോന്നിയത്. എല്ലാവരും പെർഫോം ചെയ്യുമ്പോഴും ഇത് അങ്ങനെ തന്നെയാണ്, ഒരു ഭയങ്കര പെർഫോമൻസ് ആയിട്ടുള്ളൊരു പാട്ടായിട്ടാണ് പ്രസന്റ് ചെയ്യാറ്. തേജസ് നന്നായി പാടിയെന്ന് ചോദിച്ചാൽ തേജസ് നന്നായി പാടി. സാഹിബയൊക്കെ പാടി ഗംഭീരമാക്കി നല്ല ശബ്ദത്തിനുടമയായ തേജസ് എന്തിനാണ് ഈ ഭയം? ഭയമല്ല അത്, പിന്നെ ഞാൻ ആലോചിച്ചു, എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട കുറേ പോർഷൻസ് ഉണ്ട്. ഒരുപാട് എക്സ്പ്രഷൻസും ഒരുപാട് കാര്യങ്ങളും തേജസ് ഭംഗിയായിട്ട് പാടി. ഒരു ചെറിയൊരു കാര്യം, ഒരു ചമ്മൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ചമ്മൽ ഉണ്ട്, തോന്നിയില്ലേ? ഇല്ലേ, എവിടെയോ ഒരു ചമ്മല്. ഞാൻ വന്നപ്പോ ഇല്ലേ ചേച്ചി, ഇവൻ എന്നോട് ആദ്യം ചോദിച്ചാണ് അവന്മാരെന്നെ എന്തെങ്കിലും പറഞ്ഞോന്ന്. അവൻ അതാണ് ആദ്യം ചോദിച്ചത്. തേജസ്, ആ ചെറിയ ആ ഒരു ചമ്മലുണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യാം. അതെടുത്ത് അങ്ങ് കളഞ്ഞാ പിന്നെ വേറെ ലെവലാ. ഇതിന്റെ അകത്ത് എനിക്ക് ഈ ഒരു പ്രശ്നം മാത്രമേ തോന്നിയിട്ടുള്ളൂ, ഈ ഒരു ചമ്മല്. ധൈര്യമായിട്ട് അങ്ങ് പാടുന്നെ. ഈ പാട്ടിന്റെ അകത്തൊക്കെ ഫുൾ അങ്ങനത്തെ എക്സ്പ്രഷൻസാ. എന്ന് സൗഖ്യമാ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ അത് വരണം. ഇതൊക്കെ പാട്ട് ഭംഗിയെ പാടി, ഇത് നന്നായി പാടി തേജസ്. ഈ എക്സ്പ്രഷനാണ് ആ ചമ്മല് കാരണം മാത്രം, ഇടാൻ അറിയാത്തോണ്ടല്ല. അതുകൊണ്ട് ഇനി അടുത്ത പെർഫോമൻസ് കുറച്ചുകൂടി ഒന്ന് ടെൻഷനൊക്കെ മാറ്റി ആ ചമ്മലൊക്കെ അങ്ങ് കളഞ്ഞ് സടകുടഞ്ഞെണീക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ആകെ അടിച്ചു പൊളിച്ചു, ഡാൻസ് ഒക്കെ കലക്കി. താങ്ക് യു ചേച്ചി. ഷാനിക്ക. തേജസ് നന്നായിട്ട് പാടിയടാ. പാട്ട് കുഴപ്പമില്ലാതെ പാടി. എനിക്ക് ആകെ ഫീൽ ചെയ്തത് തുടക്കം തൊട്ട് കുറച്ചുകൂടെ ഒരു ഗെത്താവാമായിരുന്നു, ഒരു ഗുമ്മാവാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ. ആ ഡാൻസും സ്റ്റെപ്പ്, ഈവൻ ആ ഡാൻസ് പോലും ഒരു ചെറിയ, അവൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ഒരു ചെറിയൊരു ചമ്മലുണ്ട് ആ ഡാൻസിലും ഉണ്ട് ഒരു ചമ്മൽ. പോകെ പോകെ ഇതൊക്കെ മാറാൻ പോകുന്ന കാര്യങ്ങളാണ്. ഡോണ്ട് വറി, ചിൽ കേട്ടാ. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കരുത്. പാട്ടിനെ പറ്റി മാത്രം ആലോചിക്കാം കേട്ടോ. ആ ഫോക്കസ് പോവാതെ നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. തേജസ് നന്നായിരുന്നടാ. ഈ കുഴപ്പങ്ങളൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെ, അതൊക്കെ മാറിക്കോളും കേട്ടോ. കാര്യം എന്തൊക്കെയാലും നീ നല്ലൊരു പാട്ടുകാരനാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. കാര്യം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആത്മാവുള്ള ഈ ചമ്മലിൻ്റെ ആവശ്യമില്ല. അഥവാ അതുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കള കേട്ടോ. അത് അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ വേറൊരാൾ എന്ത് വിചാരിക്കും എന്നുള്ളത് നമുക്കതൊരു വിഷയമേ അല്ല. അയാൾ എന്ത് വേണേൽ വിചാരിച്ചോട്ടെ. അത് നമ്മൾ അയാൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് ജീവിക്കാൻ. അതിങ്ങനെ ഇപ്പോൾ പല അഭിപ്രായങ്ങളുള്ള പല ആളുകളും കാണും. എല്ലാവരെയും ആർക്കും സൂചിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ പറയാമോ?
യശ് ചേട്ടൻ. അല്ലേ ചുമ്മാ തമാശ പറയല്ലേ എൻ്റെ അടുത്ത്. തമാശയല്ല, കാര്യമായിട്ട് ഞാൻ serious പറയാൻ ആയിട്ട് ആരില്ലെന്ന്. അവന് പുറത്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ നിനക്ക് എങ്ങനെ അറിയാം? യക്ഷനൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. ഞാൻ ചുമ്മാ പറയുന്നതാ. ക്യാപ്റ്റനൊക്കെ തന്നെ യശിനോട് ചോദിച്ചാൽ അറിയാം യശിന് എത്ര ശത്രുക്കളാണ്. ഇവര് നമ്മള് യശിന് ശത്രുക്കളുണ്ടോ? ഓഫ് കോഴ്സ് അതേ ഉള്ളൂ. ഇവൻ പറയുന്നത് യശിന് ശത്രുക്കളില്ല, എല്ലാവർക്കും യശിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ യക്ഷനെ അത്രേ പുറത്തിറങ്ങിയ ഉള്ളൂ. എനിക്ക് ബോംബെ കൊല്ലാൻ വേണ്ടി മുഴുവൻ എത്ര പേരെ ശത്രുക്കളാണ്. ബോംബെ അധോലോകം കാത്തിരിക്കുക. ധാരാവി നേരെ ഞാൻ ധാരാവിയൊക്കെ ധാരാവിയിലോട്ടാ പോകുന്നതൊക്കെ. ധാരാവിയൊക്കെ അവര് യശനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതെ. തേജസ്സേ, അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം വിട്ടേക്ക്. നീ നിന്റെ കാര്യം നോക്ക്, അത് നന്നായിട്ട് ചെയ്. ബാക്കിയുള്ള കാര്യം ദൈവം നോക്കിക്കോളും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇത് കണ്ടിട്ടുണ്ടോ ഈ പാട്ട് സീൻ? എസ് എസ് കണ്ടിരുന്നു. ആ കണ്ടിക്കി. എന്നാ ആരാണ് ഇതിൽ ഈ കണ്ടിക്കിയിലുള്ളത്? ഇതില് സത്യരാജും സത്യരാജിനെ നീ മടിയിലിരുത്തി പേരിട്ടാണ്. സത്യരാജ് സാറും ആ രജനികാന്ത് സാറും ആ അച്ഛനും മകനും തമ്മിലുള്ളൊരു തമ്മിലുള്ള അല്ല സ്നേഹബന്ധം. അല്ല ഒരു അടിബന്ധം. അല്ല അവര് തമ്മിലുള്ള ജോക്സ് പറയും. ജോക്സ് ഇത് പാടാ നിനക്ക് കാണിച്ചു തരാന്ന് പറയുന്നതാണോ ജോക്ക്? അല്ല തമ്മിൽ കളിയാക്കുന്ന രീതിയിൽ. ആ രണ്ടുപേരും ടീസ് ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഇത്. അച്ഛനും മകൻ അറിയാതെ അച്ഛനാന്ന്, അച്ഛൻ അറിഞ്ഞുകൂടാ അത് മകനാന്നുള്ളത്. അത് അവസാനമേ മനസ്സിലാവത്തുള്ളൂ ഫിലിമിൽ. അപ്പൊ ഇതൊരു രസകരമായിട്ടുള്ള പാട്ടാണ്. രണ്ടുപേരും അസാധ്യമായിട്ട് പെർഫോം ചെയ്ത് തിയേറ്ററിൽ എന്തൊരു ആരവാന്നറിയാം. രജനി സാർ ഓരോന്നിനും തിരിച്ച് പറയുമ്പോഴേ അവരങ്ങ് എടുത്തേക്കുക. അപ്പൊ അത് എന്തെങ്കിലും നന്നായിട്ട് പാടിയിടാ തേജസ്. എനിക്ക് ഇഷ്ടമായി, കുറെ ഇഷ്ടമായി. നീ അടിച്ച് പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. യെസ്. ഓക്കെ ചേച്ചി, യെസ് ഡാർലിംഗ്. തേജസിന്റെ മാർക്ക് തരുമോ? തേജസിന്റെ മാർക്സ് 8.5. താങ്ക് യു ചേച്ചി. ശരത് സർ? എനിക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പക്ഷെ മാർക്ക് കൂടുതൽ കൊടുത്ത മഞ്ജരിയ 8.2. താങ്ക് യു ശരത് സർ. ഷാനിക്ക? ഓക്കെ, സോ ടോട്ടൽ 16.7. അടിപൊളി. അപ്പൊ ഇനി ചമ്മലൊന്നും പറ്റില്ല കേട്ടാ. மடை திறந்து தாவும் நதியாலே நான் மனம் திறந்து கூவும் சிறு கோயில் நான் இசை கலைஞன். என் ஆசைகளாயிரம் நினைத்தது பலித்தது. தனனனனா தானனனனனா தனனனனா தானனனனனா. காலம் கனிந்தது, கதவுகள் திறந்தது, ஞானம் விளைந்தது, நல்லிசை பிறந்தது. புது ராகம் படைப்பதாலே நானும் இறைவனே. புது ராகம் படைப்பதாலே நானும் இறைவனே. விரலிலும் குரலிலும் ஸ்வரங்களின் நாட்டியம் எனக்கேதான். மடை திறந்து தாவும் நதி அலை நான், மனம் திறந்து கூவும் சிறு கோயில் நான், இசை கலைஞன். என் ஆசைகளாயிரம் நினைத்தது பலித்தது.
കനവിലെ നിഴൽകളിൻ നാടകം ഇன்றிനെതിരിலே நிஜங்களின் தரிசனம் வருங்காலம் வசந்த காலம் நாளும் மங்களம் வருங்காலம் வசந்த காலம் நாளும் மங்களம் இசைக்கென இசைகின்ற ரசிகர்கள் ராஜ்யம் எனக்கேதான் மழை திறந்து தாவும் நதியாலை நான் மனம் திறந்து கூவும் சிறு கோயில் நான் இசை கலைஞன் என் ஆசைகள் ஆயிரம் நினைத்தது பலித்தது தனநன்னா தானநனநனனா தனநன்னா தானநனநனனா. നൈസ്. അജൽ അടിപൊളിയായിരുന്നു മോനെ. എന്താ നിന്റെ സ്റ്റെപ്സ്? നീ ശരിക്കും ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു സ്റ്റെപ്സ് ഒക്കെ, വെറൈറ്റി സ്റ്റെപ്സ് ആയിരുന്നു, അടിപൊളി. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ഓക്കെ ചേച്ചി. അജൽ മാം കലക്കി. താങ്ക് യു മാം, താങ്ക് യു. സൂപ്പർ. എനിക്ക് അജൽ ത്രൂ ഔട്ട് ദ സോങ് ഡാൻസ് ആയിരുന്നു. ആ കാരണം പാട്ട് ഈക്വൽ അതേപോലെ ഈക്വൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം ഡാൻസ്, നിർത്താണ്ട് ഡാൻസ് കളിക്കായിരുന്നു. വോയിസിൽ ആ ക്ഷീണമൊന്നും തോന്നിയില്ല, നന്നായി തന്നെ പാടി. താങ്ക് യു മാം, താങ്ക് യു. ഗുഡ്. കോറസ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എവിടെ? നന്നായിരുന്നു രണ്ടുപേരും. നൈസ്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഒരു പ്രസൻസ് കൊണ്ടുവരാം, വോയിസ് ലെവൽ. ഞാൻ പറഞ്ഞ ഷൗട്ട് ചെയ്യാനല്ല, പക്ഷെ എന്നാലും ഒരു പ്രസൻസ്, ഒരു ത്രോ, ഒരു ഫീൽ വൈസ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്ന് എനിക്കറിയില്ല. നമ്മൾ ഇപ്പൊ ഒരു മോനിപ്പൊരു ആ ഫസ്റ്റിലത്തെ വരി ഒന്ന് പാടും. അത് ഒരേ ഇതിലാ പോകുന്നത്, അതിലൊരു ഡൈനാമിക്സ് വരുന്നില്ല. മടൈ തിറന്ത്, ആ തിറന്ത് അത് ഓപ്പൺ വോയിസ് വരണ്ടേ? ഒരു മടൈ തിറന്ത്, ആ തിറന്ത് അടഞ്ഞു പോവാണ്. മടൈ തിറന്ത് സർ, ഓപ്പൺ അപ്പോഴും മോനത് പാടുമ്പോ ഒരു സോഫ്റ്റ് എലിമെന്റ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. അത് സോഫ്റ്റ് ആയിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്കത് ആ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് വരാത്തത്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ നമ്മൾ പാടുന്ന വേൽമുരുക ഹരോഹര എന്ന് പാടി എങ്ങനെ ഇരിക്കും? കേൾക്കുന്ന ഒരാൾക്ക് ഡാൻസ് ചെയ്യാൻ തോന്നണ്ടേ? മുരുകൻ ഉറങ്ങും. നമ്മള് മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ഡാൻസ് ചെയ്യാൻ തോന്നണം. അജൽ പാടുമ്പോ ആ ഒരു ത്രോ, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ പാട്ടിൽ മോൻ അടങ്ങി നിന്ന് പാടിയാൽ പോലും ആ ത്രോയിൽ നമുക്ക് ഡാൻസ് ചെയ്യാൻ തോന്നണം. അതാണ്. അപ്പൊ ആ സാധനത്തിൽ ഒന്ന് വർക്ക് ചെയ്യണം. ഫാസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന വോയിസിന് കൊടുക്കുന്ന ഒരു ത്രോ ഉണ്ട്. അപ്പൊ ആ ഒരു ത്രോ വരണം അതില്. അപ്പൊ ആ ആക്സെന്റ് മാറും, ടോട്ടൽ സോങ്ങിന്റെ ഒരു ഹാപ്പിനെസ്, ഒരു ഫീല് വരും. അതുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ ഇത്രയും ഹിറ്റായി നിലനിൽക്കുന്നത്. എല്ലാ പാട്ടിനും ഒരു ഇമോഷൻ ഉണ്ട്. അപ്പം അത് നമ്മൾ ഹാപ്പി ആയിട്ട് പാടുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ഹാപ്പിനെസ് കുറച്ച് എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ടി വരും. അജൽ പാടുന്ന മെലഡി സോങ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേൾക്കാൻ. അപ്പോൾ ഫാസ്റ്റ് സോങ്സ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും അതിനൊരു ഒരു തൂക്കം മുകളിലായിരിക്കണം വോയിസിൻ്റെ ത്രോ. ഒന്ന് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് ഇതുപോലെ പാടാൻ പറ്റുമോ? വോയിസ് ത്രോ ഉണ്ടോ? மடை திறந்து தாவும் நதியலை நான் மனம் திறந்து கூவும் சிறு கோயில் நான் இசை கலைஞன் என் ஆசைகளாயிரம் நினைத்தது பலித்தது. ആ ഇതില് ഒരു ചിരി വരണം ഫേസിൽ. അപ്പോൾ ആ ഒരു ചിരി ഫേസിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ കംപ്ലീറ്റ് ഒരു ഹാപ്പിനെസ് ആണെന്നുള്ളത് സൈക്കോളജിക്കലി നമ്മൾ അലേർട്ട് ആവും.
ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ വോയിസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് തന്നെ അത് മനസ്സിലാവും. പണ്ട് കാലത്ത് അവർ പറയും നമ്മുടെ അടുത്ത് റെക്കോർഡ് ചെയ്ത് കേൾക്കണം, നിങ്ങൾ പാടുന്നത് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഹൈ വോൾട്ടേജ് പാട്ടാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം മോൻ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് വർക്ക് ചെയ്താൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഗോഡ് ബ്ലെസ് യു ഡാ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഷാനിക, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു അജൻ. എനിക്ക് ഫീൽ ചെയ്തത് മഞ്ചേരി പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മുടെ മനസ്സിൽ SPB സർ പാടിയ ആ ഒരു പവർ ഉണ്ടല്ലോ ഈ പാട്ടിന്. അപ്പൊ അജിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അജിലിന്റെ ആക്ഷൻസിൽ ആ സംഭവം ഉണ്ട്. പക്ഷെ അത് ആ സിംഗിങ്ങിലും കൂടെ നമുക്ക് ആ ത്രോ കിട്ടണം. കാരണം ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ, അത് വരണമായിരുന്നു ഈ പാട്ട്. എനിക്ക് അത് മാത്രം കുറച്ചൊന്ന് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത് ത്രൂ ഔട്ട് ഒരു സെയിം ലെവലിൽ പോയതുപോലെ എനിക്ക് തോന്നി. പിന്നെ അതുപോലെ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിയടാ. കാലം കനിന്തത് കതവുകൾ തിരന്തത്. അതിനൊക്കെ ഈ സോങ് എന്ന് പറയുന്നത് ഭയങ്കര ചാമാണ്. ഒരാള് ഇങ്ങനെ ഭയങ്കര ഒരു ചാമറായിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പാടുകയാണ്. അപ്പൊ ആ ഒരു കുറച്ചുകൂടെ ആ ഒരു ചാം ഇതൊക്കെ നിങ്ങൾക്ക് പോകെ പോകെ പോകുന്ന കാര്യങ്ങളാണ്. കാരണം അത് ഒരു പരിധിവരെ നമുക്ക് പറയാം, ബാക്കി മനസ്സിലാക്കി എടുക്കേണ്ടത് നിങ്ങളാണ്. മനസ്സിലായില്ലേ? ബാക്കി സോങ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് പറയാൻ പറ്റണത്. പിന്നെ SPB സർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്ത്യയിൽ ഇത്രയും ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. ഇപ്പൊ ഹരിഹരൻ സാർ ഉണ്ട്. അങ്ങനെ വേഴ്സറ്റാലിറ്റിന്റെ വേറൊരു വാക്കാണ് ഈ പറഞ്ഞ SPB സർ എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനത്തെ പാട്ട് പാടും, ഒരു ഭാഗത്ത് എന്താ പറയുക, എത്ര പാട്ട് എങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയാം, അഞ്ജലി ഉണ്ടാവും, ഒരു ഭാഗത്ത് സാഥിയ ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ ചെറിയ പാട്ടുകൾ. രാജാസാറിന് വേണ്ടിയിട്ട് തന്നെ എന്തോരം പാട്ടുകൾ SPB സർ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വേഴ്സറ്റാലിറ്റിയും കൂടെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനി പോകെ ഇതൊക്കെ ഇവിടുത്തെ ഗ്രൂമിംഗ് നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അജിലൊരു ചാമുണ്ട്, അത് ആ ഒരു മൂവ്മെന്റിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പൊ ആ സിംഗിങ്ങിലും കൂടെ ആ സാധനം വരണം അജിലെ. അത്രേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സർ. അജൽ സാർ ഉഗ്രം പാട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ. ഇത് നിഴൽകൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് പാട്ട്. ഇത് വാലി സാറാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഇളയരാജ സാറിന്റെ മ്യൂസിക്കാണ്. SPB സാറാണ് പാടിയേക്കുന്നത്. ഓക്കെ, ഇതൊരു സന്തോഷം. അപ്പൊ അജലെ നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. പിന്നെ ഈ പറയുന്ന ഒരു കുറച്ചും കൂടെ പവർ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ആ മഹാനായ മനുഷ്യൻ പാടിയതാണ്. ഒരിക്കലും കമ്പയർ ചെയ്യല്ല. അത് കിടക്കുമ്പോൾ അത് ബാലുവണ്ണൻ തന്നെ ഉണ്ടെങ്കിൽ ബാലുവണ്ണൻ്റെ പാട്ട്, ഇപ്പം ഞാൻ ബാലുവണ്ണനുള്ളപ്പോൾ ബാലുവണ്ണൻ്റെ പല പാട്ടും അദ്ദേഹത്തെ പാടി കേൾപ്പിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇല്ലടാ എപ്പോഴാടാ പാടുറേ എന്ന് പറയാം. അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്. അത് പിന്നെ ഒരു കാര്യം, ഒരു പാട്ട്, ഇത് SPB സാർ എന്നുള്ള ആ മനുഷ്യനെ കുറിച്ച് പറയാനാണ്. അപ്പം ഞാൻ അതിൽ ഒരു പാട്ട് അദ്ദേഹത്തിന്, അത് ഞാനാണ് ചെയ്തത്, പക്ഷേ എൻ്റെ പേരിലില്ലത്, വേറൊരു മ്യൂസിക് ഡയറക്ടറുടെ പേരിലാണ് ആ പാട്ടുള്ളത്. അത് ബാലുവണ്ണനും അറിയാം. അങ്ങനെ കുറേ പാട്ട് എനിക്ക് പാട്ടുണ്ട് ബാലുവണ്ണൻ. അപ്പോൾ അതിലൊരു സ്ട്രിങ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഞാനത് ആ ഒരു കോഡ് പ്രോഗ്രഷന് ഞാൻ വേറെ ആരും ചിന്തിക്കാത്ത രീതിയിൽ ഒരു സാധനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് പാടാൻ വന്നപ്പോൾ ഇത് കേട്ടിട്ട് എപ്പിടിടാ തിരിച്ചിട്ട് അപ്പം 2-3 വട്ടം തിരിച്ച് കേട്ടപ്പോൾ എനിക്കിത് ചുമ്മാതെ ബാലുവണ്ണൻ പാടിയാണ്. ഞാൻ പറഞ്ഞ അണ്ണാ നമ്മ പാട്ടെടുക്കലാണ്ണ എന്നൊക്കെ പറഞ്ഞു. ഇല്ലടാ അതേടാ ரொம்ப அப்படி இருக்கടാ. ഓക്കെ, ഞാൻ ചിലപ്പോൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ലൈവ് ഷോ അത് യൂട്യൂബിലുണ്ട്. ഇതേ സ്ട്രിങ് അറേഞ്ച്മെൻറ്റ് വന്നപ്പോൾ അത് അപ്പോൾ അത്ര ജെന്യൂനായിട്ട് പറഞ്ഞാണ് അദ്ദേഹം. അങ്ങനെ ഒരു മനുഷ്യനാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു മനുഷ്യൻ SPB സാറാണ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അത് പെട്ടെന്ന് അണ്ണനെ ഇങ്ങനെ ഓർത്തുപോയി. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു. പിന്നെ ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് കയറി പിടിക്കാൻ പറ്റത്തില്ല, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി അതിനെ ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് തന്നെ പാടി അജലെ. കാര്യം ഇത് ഈ ഒരു പവറായിരുന്നു അതിൽ മിസ്സിങ്. പിന്നെ നീ എന്ത് ഡാൻസ് ആയിരുന്നു. ഞാൻ പഴവങ്ങാടി ഗണപതിക്ക് ഒരു 100 തേങ്ങ നേറി ഇവൻ ഡാൻസ് ഇന്ന് നിർത്തുപോന്നു.
ഫുൾ ടൈം നിനക്ക് ഈ ഞാൻ വെച്ച് പാട്ടൊക്കെ മറക്കുവോ? എന്തൊക്കെയായിരുന്നു കാണിച്ചത്, അസാധ്യമായിട്ടുണ്ടായിരുന്നു അതെ. കേട്ടോ. വണ്ടർഫുൾ വണ്ടർഫുൾ. ആ ഡാൻസ് ഒക്കെ തകർത്തു. പാടിയത് നന്നായിരുന്നു. പക്ഷെ ഇതും കൂടെ ഉണ്ടെങ്കിൽ കുറേയും കൂടെ എൻ്റെ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ കുറച്ചും കൂടെ നന്നാവും ഷുവർ സാർ, കേട്ടോ. ശ്രമിക്കാം സാർ. ശ്രമിക്കരുത്, നടത്തണം നടത്താം സാർ. കേട്ടോ. ഓക്കെ സാർ. നോ ശ്രമം ആട്ടിയാ നിനക്ക്. അത്രേ ഉള്ളൂ. താങ്ക് യു അപ്പൊ സാർ. അത്രേ ഉള്ളൂ അജലേ. താങ്ക് യു താങ്ക് യു. താങ്ക് യു ശരത് സർ. ഓക്കെ, അജൽ മാർക്സ് ചോദിക്കാം. ചോദിക്കാം ചേച്ചി. അജൽ മാം. അജൽ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫോമൻസിന് 8.1. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. 7.9. താങ്ക് യു സാർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 16. താങ്ക് യു. ഓക്കേടാ. അടുത്തതായി ഗോൾഡൻ മെലഡി പെർഫോമൻസിലേക്ക് പോവാണ്. പാടാൻ വരുന്നു കാർത്തിക.